मेरे प्यारे बच्चों सलाम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ പബ്ലിക് പരീക്ഷ ഇങ്ങ് അടുത്തെത്തി. എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് മാഷിനറിയാം. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് വളരെ ലളിതമായിട്ട് സെറ്റ് ആയിട്ട് ഒന്നാമത്തെ യൂണിറ്റ് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അതിനാണ് സാറ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഏതാണ്? യെസ്, ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണ് മക്കളെ പഠിക്കാനായിട്ടുള്ളത്. ഏതെല്ലാമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന് പറയുന്ന ഒരു ലോക് കഥ നമുക്ക് പഠിക്കാനുണ്ട്. മക്കൾ ശ്രദ്ധിച്ചോ. അതേപോലെ ഗ്യാൻ മാർഗ് എന്നുള്ള ഒരു ഏകാംഗിയും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് മേം ഇദർ ഹും എന്ന് പറയുന്ന ഒരു കവിതയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എത്ര പാഠഭാഗങ്ങളുണ്ട്? 3 പാഠഭാഗങ്ങൾ. ഇതിൽ നമുക്ക് മൂന്നാമത്തെ പാഠഭാഗം എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഈ പാഠഭാഗത്തിൽ എൻ്റെ മക്കൾ ഫോക്കസ് ചെയ്യേണ്ടത് ഷാ അക്ബർ കോ കോൺ സിഖായേഗ ഓർ ഗ്യാൻ മാർഗ് എന്നുള്ള 2 പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ 2 പാഠഭാഗങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിൽ മാച്ച് നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ എല്ലാ മക്കളും കൃത്യതയോടുകൂടി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ ആദ്യമായിട്ടുള്ള നമ്മുടെ പാഠഭാഗമാണ് ഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്നുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലോക് കഥ. എന്താണ് സാറേ ലോക് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടിക്കഥയാണ്. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ, നാടോടിക്കഥ. അപ്പൊ എന്താണ് നാടോടിക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകകഥ എന്താ? തലമുറകളായി കൈമാറ്റം ചെയ്ത് കിട്ടുന്ന കഥകളെയാണ് ലോകകഥ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇത് മുൻപുള്ള ആളുകൾ പറഞ്ഞ് നമ്മുടെ ഇത്തരത്തിലുള്ള കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ വന്നെത്തുന്ന കഥകളാണ്, അല്ലെ? നമ്മുടെ മുത്തശ്ശനോ അവരൊക്കെ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കിട്ടുന്ന കഥകളാണ് അവസാനം നമ്മളിലെത്തും. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തലമുറക്ക് എന്ത് ചെയ്യും? കൈമാറും. ഇത്തരത്തിലുള്ള കഥകൾ അതിന് പ്രത്യേക ഓർഡറായിട്ടൊന്നും ഉണ്ടാവാറില്ല, അല്ലെ? അത് എഴുതിയ ആൾ ഇന്നതാണെന്നൊന്നും മെൻഷൻ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലോക് കഥയാണ്, നാടോടി കഥയാണ്. എന്താണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്? എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ. അക്ബർ ചക്രവർത്തിയെ, അല്ലെ? അക്ബർ ചക്രവർത്തിയെ കോൺ സിഖായേഗ ആര് പഠിപ്പിക്കും, അല്ലെ? ആര് പഠിപ്പിച്ചാലും നമ്മൾ ഈ പാഠഭാഗം പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് 9 പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പാഠഭാഗം മുഴുവൻ ഒറ്റ 9 പോയിന്റോട് കൂടി നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് പോകുന്നത്. എന്റെ മക്കൾ നോക്കിക്കോ. ഷാ അക്ബർ ഗംഭീർ ചർച്ച മേ മകൻ വിദ്വാനോം കോ ഏക് സമൂഹ് കോ ദേക്കർ കഹാ ബീർബൽ മേം ബഹുത്ത് ചതുർ നഹീ ഹും, അല്ലെ? എന്താ പറഞ്ഞത്? ചക്രവർത്തി ഗംഭീരമായ ചർച്ചയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വിദ്വാൻമാരായ ആളുകൾ കൂടിയ ഒരു സമൂഹത്തിനെ നോക്കിയിട്ട് കഹ പറയുകയാണ്, അല്ലെ? എന്താ പറയുന്നത്? മേം ബഹുത്ത് ചതുർ നഹീ ഹും, അല്ലെ? എന്താ പറഞ്ഞത്? അവരെ നോക്കിയിട്ട്, വിദ്വാൻമാരെ നോക്കിയിട്ട് പറയാണ്, ഞാൻ ഒരിക്കലും എന്തല്ല ചതുർ നഹീഹ, ഞാനൊരു സ്മാർട്ട് അല്ല, വളരെയധികം എനർജറ്റിക് അല്ല, അല്ലെ? ചതുർ നഹീഹ, ഞാൻ എന്തല്ല സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് ചെയ്യാണ് പറയാണ്. സ്മാർട്ട് അല്ല, അല്ലെ? ഞാൻ എന്തല്ല ചതുർ അല്ല, അഥവാ സ്മാർട്ട് അല്ല എന്ന് പറയുന്നത്, അല്ലെ? ഗംഭീർ എന്ന് പറഞ്ഞാൽ ഗംഭീരമായ, അല്ലെ? ഗംഭീരമായ, അല്ലെ? ചർച്ച നമുക്കറിയാം. ചർച്ച നമ്മൾ ചെയ്യുന്ന ചർച്ചയാണ് ചർച്ച എന്ന് പറയുന്നത്. വിദ്വാൻ, അല്ലെ? പണ്ഡിതന്മാർ. വിദ്വാനോ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, അല്ലെ? പണ്ഡിതന്മാർ. അപ്പൊ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടം ഇങ്ങനെ കൂടി നിൽക്കുന്ന അവിടേക്ക് നോക്കിയിട്ട് നമ്മുടെ ഷാ അക്ബർ, അല്ലെ? ചക്രവർത്തിയായ അക്ബർ പറയുകയാണ്, ബീർബലെ എന്താ പറയുന്നത്? ഞാൻ അത്ര സ്മാർട്ടല്ല, ഈ ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തല്ല അത്ര സ്മാർട്ടല്ല എന്ന് എന്ത് ചെയ്യാണ് പറയാണ്. മേം ഹർ ചീസ് കോ സീഖ്നാ ചാഹ്താ ഹും, മേം ഞാൻ എല്ലാ സാധനങ്ങളെയും, എല്ലാ കാര്യങ്ങളെയും, ഹർ ചീസ്, അല്ലെ? നമുക്ക് എന്ത് പറയാം? എല്ലാ സാധനങ്ങളെയും സീഖ്ന പഠിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സീഖ്ന പറഞ്ഞാൽ പഠിക്കാൻ എനിക്ക് എന്തുണ്ട്? ചാഹ്താഹും ആഗ്രഹിക്കുകയാണ്, അല്ലെ? ആഗ്രഹിക്കുകയാണ്.
അതായത് എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ള ആഗ്രഹമുണ്ട് എന്ന് ബീർബലിനോട് നമ്മുടെ ഷാ പറയാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഇത്തരത്തിൽ പറയാം, ദർബാർ മേ പ്രവേശ് കിയാ തോ ഉൻകാ സ്വാഗത് ഏക് വിചിത്ര ദൃശ്യനെ കിയാ. അല്ലെ, നമ്മുടെ ആ കഥ ഇങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് വരിക. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എന്താ കണ്ടത്, ദർബാർ മേ പ്രവേശ് കിയാ. അടുത്ത ദിവസം ദർബാറിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മുടെ ചക്രവർത്തി കണ്ട കാഴ്ച എന്താ, സ്വാഗതിയേക്ക് വിചിത്ര ദൃശ്യമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, വിചിത്രമായ ദൃശ്യമാണ് അവരെന്ത് ചെയ്തത്, എന്തിട്ടുള്ളത്, കണ്ടിട്ടുണ്ടായത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് എന്ന് ആ ബീർബലിനോട് പറഞ്ഞതേ നമ്മുടെ ഷാക്ക് ഓർമ്മയുള്ളൂ. പിറ്റേ ദിവസം കണ്ടത് എന്താണ്, വിചിത്രമായ ദൃശ്യമാണ് കണ്ടത്. എന്താണ് ആ ദൃശ്യം? കൊട്ടാരത്തിൽ ദർബാർ തെരേക്കെല്ലാഗോംസെ ബരാ ഹുവാദാ. ദർബാർ അല്ലെ, ദർബാർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം. അവിടേക്ക് പ്രവേശിച്ചപ്പോൾ എന്താ കണ്ടത്, തെരേ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സിലുള്ള എന്താ കണ്ടത്, ലോകം അല്ലെ, ജനങ്ങളെ, പീപ്പിൾസിനെ എന്ത് ചെയ്തു, ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ ദർബാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ ആരെല്ലാം ഉണ്ട് എന്നാ പറഞ്ഞത്, വഹാം ബെച്ചെ. അവിടെ ആരുണ്ടായിരുന്നടാ, കുട്ടികളുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ, ബെച്ചെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. വ്യത്യസ്ത ആളുകളിൽ കുട്ടികളുണ്ട്. അതേപോലെ ബുജുർഗ് ഉണ്ട്. ബുജുർഗ് എന്ന് പറഞ്ഞാൽ വയസ്സായവര്, വൃദ്ധന്മാര് അല്ലെ, വയസ്സായവരുണ്ട്. അതേപോലെ ഗൃഹണിയാം അല്ലെ, ഗൃഹണിയാം എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ അഥവാ വീട്ടുജോലിക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ആരുണ്ട്, ദോബിനോം അല്ലെ, ദോബിനോം എന്ന് പറഞ്ഞാൽ അലക്കുകാരുണ്ട്. പിന്നെ ആരുണ്ടടാ, കിസാൻ ഉണ്ട്. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകരുണ്ട്. കച്ചറ ബീനേവാലെ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് വേസ്റ്റ് ഒക്കെ അല്ലെ, വേസ്റ്റ് ഒക്കെ ശേഖരിക്കുന്ന ആളുകൾ അല്ലെ, ശേഖരിക്കുന്നവരുണ്ട്. ദുഖാന്താർ എന്ന് പറഞ്ഞാൽ കട നടത്തിക്കൊണ്ട് പോകുന്ന ആൾ അഥവാ കടക്കാരൻ എന്ന് നമുക്ക് പറയാം, കടക്കാരൻ. അതേപോലെ പിന്നെ ആരുണ്ട്, ലിബിഗ് ഉണ്ട്. ലിബിഗ് എന്ന് പറഞ്ഞാൽ ക്ലർക്കാണ് അല്ലെ, ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളിനെയാണ് ലിബിഗ് എന്ന് പറയാം, ക്ലർക്ക് എന്ന് നമുക്ക് പറയാം. അതേപോലെ മുറുഗ് ഉണ്ട്. മുറുഗ് എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ. അതേപോലെ ജ്ഞാനി, നിങ്ങളെപ്പോലെ ബുദ്ധിമാന്മാരായ ആളുകളുമുണ്ട്, ബുദ്ധിമാന്മാർ. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഷാ പറഞ്ഞത് മുതൽ കൊട്ടാരത്തിൽ ബീർബൽ കൊണ്ടെത്തിച്ചു. ആരൊക്കെയാണടാ അപ്പൊ ഉള്ളത്, ബെച്ചെ കുട്ടികളുണ്ട്. ബുജുർഗ് എന്ന് പറഞ്ഞാൽ ആരാ, വയസ്സായ ആളുകൾ. ഗൃഹണിയ വീട്ടു ജോലി ചെയ്യുന്നവർ. ദോബിനോം അലക്കുകാരുണ്ട്. കിസാൻ കർഷകരുണ്ട്. കച്ചറ ബീനേവാലെ അല്ലെ, വേസ്റ്റ് ഒക്കെ ശേഖരിക്കുന്ന ആളുകളുണ്ട്. ദുഖാന്താർ കടക്കാരുണ്ട്. ലിബിഗ് ക്ലർക്ക് ഉണ്ട്. അതേപോലെ മുർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢികളുണ്ട്. അതേപോലെ ജ്ഞാനി, നിങ്ങളെപ്പോലുള്ള അതീവ ബുദ്ധിമാന്മാരുമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് കൊട്ടാരം നിറഞ്ഞു. ഇനി എന്തുണ്ടായിരിക്കും എന്ന് നോക്കാം. അക്ബർ ഗുസ്സ ഹോ ജാത്താ ഹേ. സ്വാഭാവികം, അക്ബറിന് എന്തു വന്നു, ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞതിനാണോ ഇത്രയും ആളുകളെ നമ്മുടെ ആര് കൊണ്ടുവത്തിയിട്ടുള്ളത്, ബീർബൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു മനസ്സോടെ അക്ബർ എന്താ വന്നത്, അക്ബറിന് ഗുസ്സ വന്നു എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുകയാണ് അല്ലെ. ഇതൊക്കെ കണ്ടിട്ട് അക്ബറിന് എന്ത് ചെയ്യാണ്, ദേഷ്യം പിടിച്ചു. എന്തിനാണ് ഇത്രയും ആളുകളെ, ഇത്തരത്തിലുള്ള പല ടൈപ്പിലുള്ള ആളുകളൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ള ഒരു ചിന്ത അക്ബറിന്റെ മനസ്സിൽ വന്നിട്ട് അക്ബറിന് ഇത് കണ്ടിട്ട് ദേഷ്യം പിടിക്കാൻ. പക്ഷേ ബീർബൽ പറയാ, ഇസ് ദർബാർ മേ മൗജൂദ് ഹർ ശഖ്സ് ആപ്കോ കുച്ച് ന കുച്ച് സീഖ് സക്താ ഹേ. ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞേ, ഇസ് ദർബാർ മേ അല്ലെ, എന്താ പറഞ്ഞേ, ഈ രാജ്യസദസ്സിൽ. ഇസ് ദർബാർ മേ, ശ്രദ്ധിച്ചോ, ഈ രാജ്യസദസ്സിൽ. ഇനിയാണ് നമ്മുടെ ക്ലൈമാക്സിലേക്ക് പോകുന്നത്. ഈ രാജ്യസദസ്സിൽ മൗജൂദ് ഹർ ശഖ്സ്, മൗജൂദ് ഹാജരായിട്ടുള്ള, നിലവിലുള്ള അല്ലെ, എത്തിച്ചേർന്നിട്ടുള്ള എന്നൊക്കെ നമുക്ക് പറയാം.
എത്തിച്ചേർന്നിട്ടുള്ള ഹർ ഷഖ്സ് ഓരോ വ്യക്തികൾക്കും, ഷഖ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തി, ഓരോ വ്യക്തികൾക്കും ആപ്കോ താങ്കളെ എന്ത് ചെയ്യാൻ പറ്റും? കുച്ച് ന കുച്ച് സീഖ് സക്താ ഹേ, താങ്കളെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ പറ്റും, എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ സാധിക്കും എന്ന് എന്ത് ചെയ്യാണ്? ബീർബൽ പറയാണ്. ശരിയാണല്ലോ അല്ലെ? കാരണം എന്താ, ഇവിടെ കുട്ടികളുണ്ട്, കുട്ടികളിൽ ചെയ്യുന്ന കാര്യങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. ബുജുർഗ് വയസ്സായ ആളുകളുണ്ട്, ഗൃഹണിയ വീട്ടു ജോലിക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അതുമായി ബന്ധപ്പെട്ടത് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. അലക്കുകാർ അതിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. കർഷകൻ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രാജാവിനെ പഠിപ്പിക്കാൻ പറ്റും. വേസ്റ്റ് ശേഖരിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളുമായി പങ്കിടാൻ വേണ്ടിയിട്ട് സാധിക്കും. ദുക്കാൻദാർ കടക്കാരൻ ഒരു കട എങ്ങനെ നടത്തിക്കൊണ്ടു പോകാം, ഒരു കടയിലെ മുതലാളി എടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ക്ലർക്ക് അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഓരോ ആളുകളെ ഇന്നിവിടെ പ്രസന്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞപ്പോ രാജാവിനാണ് അപ്പോഴാണ് ബൾബ് ഇങ്ങനെ കത്തിയത്, ഉദിച്ചത്. എന്താണുള്ളത്? ബീർബൽ ബീഡ് സേ ഏക് ബൂഢി മഹിളാക്കോ ബുലാക്കർ കഹാ. അത് മാത്രല്ല, ബീർബൽ തിരക്കിൽ നിന്നും, ബീഡ് എന്ന് പറഞ്ഞാൽ തിരക്കാണ്, തിരക്കിൽ നിന്നും ഏക് ബൂഢി മഹിള ഒരു വൃദ്ധയായ സ്ത്രീ, മഹിള പറഞ്ഞ സ്ത്രീയെ എന്ത് ചെയ്തു? ബുലാക്കർ കഹ വിളിച്ചിട്ട് പറഞ്ഞു. ആരോട് പറയാണ്? നമ്മുടെ അക്ബർ ഷാനോട് പറയാണ്. എന്താ പറഞ്ഞത്? ജഹാംബന എന്താ പറഞ്ഞേ? ഏ പ്രഭു നമ്മൾ പറയാറുണ്ടോ ഏ പ്രഭു. എന്നിട്ട് എന്താ പറഞ്ഞത്? മഹിളയെ കാണിച്ചു കൊടുത്തിട്ട് പറയാ, യേ മേരെ പെഹലെ ഓർ ശ്രേഷ്ഠ ഗുരുവോ മേ സേ ഹേ. ഇതാരാണ്? ഇത് എന്റെ. എന്ന് പറഞ്ഞാൽ ഇത്, മേരെ എന്റെ. അപ്പം വൃദ്ധയായ സ്ത്രീയെ കാണിച്ചിട്ട് പറയാം, ഇത് എന്റെ. എന്താണ്? പെഹലെ, ഫസ്റ്റ്, ആദ്യത്തെ എന്താണെന്നാ പറഞ്ഞത്? ശ്രേഷ്ഠ ഗുരുവോ മേ സേ ഹേ, ആദ്യത്തെ ശ്രേഷ്ഠ ഗുരുക്കളിൽ ഒരാളാണ്. ആദ്യത്തെ എന്താ പറഞ്ഞതാ? ശ്രേഷ്ഠ ഗുരുക്കളിൽ ഒരാളാണ് എന്നെന്ത് ചെയ്യാണ്? പറയാണ്. അപ്പൊ അത്രയും ആളുകളുടെ തിരക്കിൽ നിന്നും ഒരാളെ നമ്മുടെ ബീർബൽ വിളിച്ചിട്ട്, ഒരു വൃദ്ധയായ സ്ത്രീയെ വിളിച്ചിട്ട് ഷാഷാനോട് പറയാണ്, ജഹാംബന പ്രഭു, ഇതെന്റെ ആദ്യത്തെ ഗുരുവാണ്. എങ്ങനത്തെ ഗുരു? ശ്രേഷ്ഠ ഗുരുക്കളിൽ ഒരാൾ, ഏറ്റവും പ്രഗത്ഭരായ ഗുരുക്കളിൽ ഒരാളാണ് ഇത്. അത് മാത്രല്ല, പെഹലെ, ആദ്യത്തെ ഗുരുവും കൂടിയാണ് എന്ന് പറയുന്നു. അങ്ങനെ അവസാനം ഈ കഥയുടെ സാരാംശമായി നമുക്ക് ഇങ്ങനെ പറയാം, ബൂഢി മഹിളാനെ ഷാ കോ സലാം കിയ ഓർ കഹാ. ഈ വൃദ്ധയായ സ്ത്രീ ആദ്യത്തെ ഗുരുവായ ബീർബലിന്റെ ആദ്യത്തെ ഗുരുവായ സ്ത്രീ എന്ത് പറയുന്നു? ഷാ ചക്രവർത്തിയോട് സലാം കിയ, എന്ത് പറഞ്ഞു? സലാം പറഞ്ഞു, വണക്കം ചെയ്തു എന്ന് നമുക്ക് പറയാം. സലാം പറഞ്ഞു. ഓർ കഹ, എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യാണ്? എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹുസൂർ, യജമാനനെ അല്ലെങ്കിൽ പ്രഭു. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ബുദ്ധിമാൻ വ്യക്തി ജാൻതേ ഹേ. എന്താ പറഞ്ഞേ? ബുദ്ധിമാനായ വ്യക്തിക്ക് അറിയാം. ബുദ്ധിമാനായ വ്യക്തി ജാൻതേ ഹേ, അറിയാം. ബുദ്ധിമാനായ വ്യക്തിക്ക് അറിയാം. കി, എന്തെന്നാൽ സബ് കുച്ച് സീഖ് ജാന സംഭവ് നഹി ഹേ. എന്താ പറഞ്ഞത്? എല്ലാം പഠിക്കുക എന്നത് സംഭവ് നഹി ഹേ, സംഭവമല്ല. അപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതെന്തല്ല, സംഭവമല്ല എന്നാണ് ഇവിടെ ആര് പറയുന്നത്? ബൂഢി മഹിള പറയുന്നത്. നമുക്ക് എന്താ പറയുന്നത്? എല്ലാം പഠിക്കുക എന്നത്, എല്ലാം പഠിക്കുക എന്നത് എന്തല്ല? സംഭവം അല്ല. സംഭവം നഹി, സംഭവമല്ല. പിന്നെ എന്ത് പറയുന്നുണ്ട്? അതോടൊപ്പം ചേർത്തുകൊണ്ട് എന്ത് പറയുന്നുണ്ട്? ലേക്കിൻ, ബട്ട്, പക്ഷേ, സബ്കോ യഹ് സീഖ്നാ ചാഹിയേ, പക്ഷേ എല്ലാവരും പഠിക്കേണ്ട ഒരു സംഭവമുണ്ട്. കി, എന്തെന്നാൽ അച്ഛാ ഇൻസാൻ കേസെ ബൻ ജാ സക്താ ഹേ, ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാണ് എന്നുള്ളത്. ഒരു നല്ല മനുഷ്യൻ എങ്ങനെയെന്ന് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ പഠിക്കണം.
അല്ലെ ഒരു നല്ല മനുഷ്യൻ എങ്ങനെ എന്നുള്ളത് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കഥയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കേണ്ട ഒരു സംഭവം. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ജഹാംപനയോട് പറയാണ്, നമ്മുടെ ശാഷയോട് പറയാണ്, ചക്രവർത്തിയോട് പറയാണ്, ഹുസൂറെ, ബുദ്ധിമാനായ ഒരു വ്യക്തിക്കറിയാം എന്താണ് എല്ലാം പഠിക്കുക എന്നത് എന്തല്ല ഒരു സംഭവമേ അല്ല. ലേക്കിൻ പക്ഷേ സബ്കോ യഹ് സീഖ്നാ ചാഹിയേ, അല്ലെ എന്താ പറഞ്ഞത്? പക്ഷേ എല്ലാവരും പഠിക്കേണ്ട ഒരു സംഭവമുണ്ട്. കി എന്തെന്നാൽ അച്ഛാ ഇൻസാൻ കേസേ ബൻ ജാ സക്താ ഹേ, ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാണ് ആവേണ്ടത്, എങ്ങനെയാണുള്ളത് എന്നുള്ളത് നാം ഓരോരുത്തരും പഠിക്കണം എന്നുള്ള ആ പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷനും കൂടി കൊടുക്കുന്നതാണ് നമ്മുടെ ഈ പാഠഭാഗം. ഷാക്കോ അക്ബർക്കോ കോൺ സിഖായേഗ, അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കും എന്നുള്ള പാഠഭാഗം. സിമ്പിൾ അല്ലടാ, നമ്മൾ വളരെ ലളിതമായിട്ട് ഈ പാഠഭാഗം ഇവിടെ എന്ത് ചെയ്തു, സെറ്റാക്കി കഴിഞ്ഞു. പാഠഭാഗം ക്ലിയർ അല്ലടാ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട മുൻകാല വർഷങ്ങളിലൊക്കെ ചോദിച്ച ഒരു ചോദ്യം കൂടി മാഷ് ഡിസ്കസ് ചെയ്യാണ്. കോഷ്ടക്സെ ഉജിതേ പേശോവർ കെ നാം ചുൻകർ താലിക ഭരേ, അല്ലെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലികൾ പറഞ്ഞു, അല്ലെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അലക്കുകാരുണ്ട്, അല്ലെ ഭാഷ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ കുറെ ആളുകളെ നമ്മൾ പറഞ്ഞു, അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജോലികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രകാർ, അല്ലെ എന്താണ് ചിത്രകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരക്കുന്ന ആളാണ്, അല്ലെ ചിത്രം വരക്കുന്നവർ. അതേപോലെ കുംഹാർ, അല്ലെ അതേപോലെ ദുഖാൻദാർ, അതേപോലെ കിസാൻ. ഇനി ഇതിൽ നോക്കുന്നുണ്ട് ജോ ദുക്കാൻ ചലാത്താഹെ, കട നടത്തിക്കൊണ്ട് പോകുന്ന ആളെ നമ്മൾ എന്ത് പറയടാ? ദുക്കാന്താർ എന്ന് പറയും, അല്ലെ കടക്കാരൻ എന്ന് പറയും. നമ്മുടെ ഈ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നുണ്ട് ജോ ഗേത്തി കർത്താഹേ, അല്ലെ എന്താണ് വയൽ, അല്ലെ വയൽ. ഗേത്ത് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും? ഇത് കർഷകനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കർഷകൻ, കിസാൻ, അല്ലെ അതേപോലെ പിന്നെന്താ ജോ ചിത്ര ബനാത്താഹേ, ചിത്രം, അല്ലെ ചിത്രം വരയ്ക്കുന്ന ആ ചിത്രകാരാണ്. ആ പേരിൽ തന്നെ എന്തുണ്ടടാ ഈ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്, ചിത്രകാർ. പിന്നെ നമുക്ക് മണ്ണ് കൊണ്ടുള്ള പാത്രം, ജോ മിട്ടി കാ ബർത്തൻ ബനാത്താഹേ, മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാ എന്നുള്ളത് ചോദിച്ചാൽ കുംഹാർ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ജോലികളുമായി ബന്ധപ്പെട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ആക്ടിവിറ്റി വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് വരുന്ന അടുത്ത പാഠഭാഗമാണ് ഈ ഒന്നാമത്തെ യൂണിറ്റിലെ ഗ്യാൻ മാർഗ് എന്നുള്ള പാഠഭാഗം, അല്ലെ വളരെ രസകരമായിട്ടുള്ള ഒരു വലിയ പാഠഭാഗമാണ്. അതാണ് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇതിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഗ്യാൻ മാർഗ് എന്ന് പറഞ്ഞാൽ അറിവിന്റെ വഴിയാണ്, അല്ലെ അറിവിന്റെ വഴിയാണ്, അല്ലെ ഇതൊരു ഏകാംഗിയാണ്. ഏകാംഗി എന്ന് പറഞ്ഞാൽ വൺ ആക്ട് പ്ലേ ആണ്. അസ്കർ വസാഹത്തിൻ്റെതാണ് ആ ഗ്യാൻ മാർഗ് എന്നുള്ള ഏകാംഗി. വൺ ആക്ട് പ്ലേ ആണ് എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. അറിവിന്റെ വഴി എന്നുള്ള ഒരു പാഠഭാഗം ഗ്യാൻ മാർഗ് ആരാ എഴുതിയിട്ടുള്ളത്? അസ്കർ വസാഹത്താണ് എന്നുള്ളത് എൻ്റെ മക്കൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് 12 പോയിന്റുകൾ കൊണ്ട് ആ വലിയ പാഠം നമ്മൾ ഈ വീഡിയോയിലൂടെ സെറ്റാക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ. 3 രാജകുമാർ ഗുരുകുൽ മേ അപ്നി പഠായി പൂരി കർനെ കെ ബാദ് ഘർ ലൗട്ട് രഹേ ഥേ. 3 രാജകുമാരന്മാർ, അല്ലെ 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. രാജകുമാർ, അല്ലെ രാജകുമാരന്മാർ എന്താ ചെയ്യാ? ഗുരുകുൽ മേ അപ്നി, ഗുരുകുലത്തിൽ നിന്നും എന്തുണ്ട്? അപ്പിനി തന്റെ, പഠായി പഠനം, പൂരി കർണേക്ക് ബാദ്, അല്ലെ പൂർത്തിയാക്കിയതിന് ശേഷം എന്താ ചെയ്യുന്നത്? ഗർ ലോട്ട് രഹേദേ, എന്താണ്? വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലേക്ക് എന്ത് ചെയ്യാണ്? തിരിച്ചു വരികയാണ് ഇവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നോക്കിക്കോ. വഹ് ലോഗ് ഗ്യാൻ കെ ബാരെ മേ ബാത് കർത്തേ ഹേ. ആ 3 പേരും കൂടി ചേർന്ന് അറിവിനെ കുറിച്ച്, ഗ്യാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിവാണ്. അറിവിനെ കുറിച്ച് എന്ത് ചെയ്യാണ്? ബാത് കർത്തേ ഹേ, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അറിവിനെ കുറിച്ച് ഇവരെന്ത് ചെയ്യാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കിക്കോ, രാജകുമാർ മൂന്നാമത്തെ രാജകുമാരൻ, അതായത് കുത്തിത്തിരിപ്പിന്റെ മെയിൻ അല്ലെ, കുത്തിത്തിരിപ്പ് ആശാനി എന്നൊക്കെ നമ്മൾ പറയും. വെറുതെ കറ 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 എന്ന് പറയുന്ന ഒരു രാജാവ് അല്ലെ, വെറുതെ തമ്മ് തല്ലിക്കുന്ന ഒരു രാജാവ്, കുത്തിത്തിരിപ്പ്. അയാൾ പറയുന്നത് പർ ഹം സബ്കാ ഗ്യാൻ ബറാബർ നഹി ഹേ, നമ്മുടെ എല്ലാവരുടെയും അറിവ് എന്താണ്, ബറാബറല്ല എന്ന് പറഞ്ഞാൽ ഒരുപോലെയല്ല, ഒരുപോലെ അല്ല, നമ്മുടെ അറിവൊന്നും ഒരുപോലെയല്ല. എന്നിട്ട് പറയുന്നുണ്ട് മേരാ ഗ്യാൻ തും ദോനോം കെ ഗ്യാൻ സെ അധിക് ഹേ, എന്റെ അറിവ് നിങ്ങളെക്കാളും ഗ്യാൻ സെ അധിക് ഹേ, നിങ്ങളുടെ അറിവിനേക്കാളും കൂടുതലാണ്. എന്തൊരു തള്ളിലെ, ഒരേറ്റ തള്ള. അങ്ങനെ തള്ളുന്ന ആൾക്കാരുണ്ടാവും. അറിവിന്റെ കാര്യത്തിനൊന്നും നമ്മളെ അത്തരത്തിലൊന്നും പറയാൻ പാടില്ല. നമ്മളെപ്പോഴും കുലീനതയുള്ള മനുഷ്യരായിരിക്കണം, എത്ര അറിവുണ്ടെങ്കിലും അല്ലെ. ഇവിടെ ഒറ്റ തള്ള, നിങ്ങൾ അറിവിനേക്കാളും കൂടുതലാണ് എന്റെ അറിവ് എന്ന് എന്ത് ചെയ്യാണ്, സ്വയം പൊക്കുകയാണ് അല്ലെ, സ്വയം പുകയത്താണ്. അങ്ങനെ പറഞ്ഞപ്പോ രാജകുമാർ രണ്ട് പിന്നെ വിട്ടുകൊടുക്കുവോ, ഒരാൾ തള്ളിയാ പിന്നെ അതിന് അപ്പുറത്ത് തള്ളല്ലേ. മേം തോ ഞാനാണെങ്കിൽ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നു, പഠിക്കാറുണ്ടായിരുന്നു എന്ന് പറയാം. പെഹ്ലെ പറഞ്ഞാൽ മുൻപ്. അപ്പം ഞാൻ ഗുരുകുലത്തിന് മുമ്പ് തന്നെ, ഗുരുകുലത്തിൽ വരുന്നതിന് അല്ലെ, ഗുരുകുൽ ആനെ സെ പെഹലെ, ഗുരുകുലത്തിൽ വരുന്നതിന് പെഹലെ മുമ്പ്, ആനെ പറഞ്ഞാ വരുന്നതിന്, ആനെ സെ പറഞ്ഞാ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ. ഇനി അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അതിങ്ങനെ നാലാളടി വിളിച്ചിറേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മുടെ അറിവ് നമ്മൾ ശേഖരിച്ചു വെച്ചാൽ മതി, അങ്ങനെ പറയാ. അപ്പൊ വീണ്ടും രാജകുമാർ പറയുന്നത് എന്താ, മേരാ പിതാ ബഹുത്ത് ബഡേ ജ്ഞാനി ഹേ, എന്റെ പിതാക്കൾ അച്ഛനമ്മമാർ ബഹുത്ത് ജ്ഞാനി ഹേ, എന്താണ്, എന്റെ അച്ഛനമ്മമാരൊക്കെ എന്താണ്, വലിയ അറിവുള്ള ആളുകളാണ്, വലിയ അല്ലെങ്കിൽ വളരെ അറിവുള്ളവരാണ് എന്ന് പറയാം, അറിവുള്ളവരാണ്. അപ്പൊ ഇവര് 3 പേര് എന്ത് ചെയ്യാണ്, ഏറ്റവും മികച്ച അറിവ് എനിക്കാണ് എന്നുള്ള രീതിയിലാണ് 3 രാജകുമാരന്മാരും സമർത്ഥിക്കുന്നത് എന്നുള്ളതാ. അപ്പൊ രാജകുമാർ 3 വീണ്ടും പറയാം, മേരെ ഗർക്കെ സേവക് തേക്ക് മഹാപണ്ഡിത് ഹേ, വീണ്ടും തള്ളി അങ്ങോട്ട് മറിച്ചു. മേരെ ഗർക്കെ സേവക്, എന്റെ വീട്ടിലെ സേവകന്മാർ പോലും എന്താണ്, പണ്ഡിതന്മാരാണ്, മഹാ അറിവുള്ളവരാണ് അല്ലെ, പണ്ഡിതന്മാരാണ് എന്ന് പറയുന്നുണ്ട്. രാജകുമാർ പറയാ, ചലോ പരീക്ഷ ഹോ ജായേ, നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതി നോക്കാം അല്ലെ, പരീക്ഷ നടത്താം, വരൂ ചലോ. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ ഹോ ജായേ എന്ന് പറഞ്ഞാൽ പരീക്ഷ നടത്താം എന്ന് പറയുന്നു. ആ സമയത്ത് രാജകുമാർ ഹട്ടിയാം ദേഖ്തേ ഹേ ഓർ കഹ്താ ഹേ യേ ഹട്ടിയാം ഷേർ കി ഹേ, ആ സമയത്താണ് അവർ ഹട്ടിയാം എന്ന് പറഞ്ഞാൽ എല്ലുകൾ കാണുന്നത്, അല്ലെ, എല്ലുകൾ ദേഖ്താ ഹേ കാണുന്നു, ഓർ കഹ്താ ഹേ എന്നിട്ട് പറയുന്നു, എന്താ പറഞ്ഞത്, ഈ എല്ല് എന്താണ്, ഷേർ സിംഹം, ഈ എല്ല് സിംഹത്തിന്റെയാണ് എന്നെന്ത് ചെയ്യാണ് രാജകുമാർ 2 പറയാണ്. അപ്പൊ രാജകുമാർ 3 പറയുന്നത് എന്താ, ഹട്ടിയോം പർ മാംസ് ഉൻമേ രക്ത് ഓർ ഉസ്കെ ഊപ്പർ കാൽ ഡാൽത്താ ഹേ, എന്താ പറഞ്ഞത്, ഹട്ടിയോം പർ മാംസ്, എല്ലുകളിൽ എന്തുണ്ടടാ, മാംസം, അതേപോലെ രക്ത് അല്ലെ, എന്താണ്, രക്തം അല്ലെ, രക്തം, അതേപോലെ കാൽ ഡാൽത്താ ഹേ, അതേപോലെ സ്കിന്നും കൊടുത്ത് അതിന് എന്താക്കി, സിംഹത്തിന്റെ രൂപം ഇവരെന്ത് ചെയ്തു, ആക്കി അല്ലെ, സിംഹത്തിന്റെ രൂപത്തിലാക്കി എന്ന് നമുക്ക് പറയാം, സിംഹത്തിന്റെ രൂപം ആക്കുന്നു അല്ലെ. എന്നിട്ട് പിന്നെ വന്ന രാജകുമാർ ഉസ്മേ പ്രാൺ ഡാൽത്തേ ഹേ, പ്രാൺ എന്ന് പറഞ്ഞാൽ ജീവനാണ് അല്ലെ, ജീവൻ, അതിനെന്ത് ചെയ്തു, ജീവൻ കൊടുത്തു രാജകുമാർ 1 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഷേർ ജീവിത് ഹോ ജാത്താ ഹേ, ഈ സമയത്ത് എന്താണ്, ഷേർ ജീവിത് ഹോ ജാത്താ ഹേ, ഷേറിന് എന്ത് ചെയ്തു, ജീവൻ വന്നു. ഷേർ ദഹാഡ്കർ ഉൻകി തരഫ് ബഡ്താ ഹേ, അവരെന്താ ചെയ്തത്, ഗർജിച്ചുകൊണ്ട് അല്ലെ, ദഹാഡ്കർ എന്ന് പറഞ്ഞാല് ഗർജിച്ചുകൊണ്ട് എന്താ ചെയ്തത്, അവരുടെ അടുത്തേക്ക്
വരുകയാണ് അല്ലെ. ഗർജിച്ചുകൊണ്ട് സിംഹം വരുന്നത് എന്തേ കാരണം അവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാൻ പറ്റുമോ എനിക്ക് കുറെ അറിവുണ്ട്, എന്റെ വീട്ടിലുള്ള സേവകര് പോലെ അറിവുള്ളവരാണ്, അതുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ടാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്താ ചെയ്തത്? ഇവരെ നേരെ എന്ത് ചെയ്തു? അട്ടഹസിച്ചുകൊണ്ട് ഗർജിച്ചുകൊണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് പോലെ അവരെന്ത് ചെയ്തു? വന്നു. ആ സമയത്താണ് ഗുരുജി ആക്കർ ഷേർ കോ ബക്കരി ബനാത്തേ ഹേ. അപ്പൊ ഇവരുടെ യഥാർത്ഥ ഗുരുജി വന്നിട്ട് ആക്കർ ഗുരുജി വന്നിട്ട് എന്താ ചെയ്തത്? ഷേർക്കോ അല്ലെ, ഷേർക്കോ എന്ന് പറഞ്ഞാൽ സിംഹത്തിനെ, ഇവർക്ക് നേരെ ഗർജിച്ചു കൊണ്ടുവന്ന സിംഹത്തിനെ അവരെന്ത് ചെയ്തു? ബക്കരി ബനാത്തേഹേ, ആട് ആക്കി മാറ്റി അല്ലെ, ആടാക്കി മാറ്റി. ഇവർക്ക് നേരെ ഗർജിച്ചു വന്ന ആ സിംഹത്തിനെ ആട് ആക്കിയിട്ട് മാറ്റി അവരുടെ ഗുരുജി എന്നുള്ളതാണ് ഈ കഥയായിട്ട് വരുന്നത്. അപ്പൊ ഇവരെ അത് ഗർജിച്ചുകൊണ്ട് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ ഗുരുജിയോട് രക്ഷ തേടുകയും ഗുരുജി എന്ത് ചെയ്യാണ്? ഈ സിംഹത്തിനെ ആടാക്കുകയും ചെയ്തു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള സമ്മറി. ഇത് എൻ്റെ മക്കൾ മനസ്സിലാക്കി മാഷി പറഞ്ഞ കാര്യങ്ങൾ സെറ്റാക്കിയാൽ ഈ പാഠഭാഗം മുഴുവൻ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിലെ വളരെ പ്രധാനപ്പെട്ട മുൻകാല വർഷത്തിൽ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് മാഷ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. ഗ്യാൻ മാർഗ് ഏകാംഗി കാ മഞ്ചൻ ഹോനാ വാലാ ഹേ, ഇസ്കേ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കീജിയേ. അല്ലെ, ഗ്യാൻ മാർഗ് എന്നുള്ള ഏകാംഗി അഥവാ വൺ ആക്ട് പ്ലേ നിങ്ങൾ എന്ത് ചെയ്യാണ്? അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവതരിപ്പിക്കാൻ പോകുന്നു നിങ്ങളുടെ സ്കൂള്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പോസ്റ്റർ തയ്യാറാക്കണം. ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോസ്റ്റർ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. അപ്പം ഗ്യാൻ മാർഗ് എന്നുള്ള ഏകാംഗി നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണം. അപ്പൊ ഈ പാഠഭാഗം നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു പോസ്റ്റർ ചോദിച്ചാൽ എത്തരത്തിൽ എഴുതാം എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് മാഷ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് എല്ലാ പരീക്ഷയിലും ഒരു പോസ്റ്റർ ചോദിച്ചിരിക്കും. അതിൽ ഏറ്റവും ഈ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്, പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കണം. അട്രാക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ആവോ അല്ലേ, എന്താ പറഞ്ഞത്? വരൂ. ഏകാംഗിക മസാലെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏകാംഗിയിലെ വൺ ആക്ട് പ്ലേ നിങ്ങൾ എന്ത് ചെയ്തോ? എൻജോയ് ചെയ്യൂ എന്നാ പറഞ്ഞത്. എൻജോയ് ചെയ്യൂ. വൺ ആക്ട് പ്ലേ എൻജോയ് ചെയ്യൂ. പിന്നെ ഏതാണ് നമ്മുടെ വൺ ആക്ട് പ്ലേയുടെ പേര് കൊടുക്കുന്നു? ഗ്യാൻ മാർഗ് അല്ലെ. എന്താണ്? അറിവ് നേടാം അല്ലെ, ഗ്യാൻ മാർഗ് എന്ന് പറഞ്ഞാൽ അറിവ് നേടാം. എന്നിട്ട് പറയുന്നു ആരതാണ് ഗ്യാൻ മാർഗ് എന്നുള്ളത്? അസ്ഗർ വസാഹത്തിന്റെ ഏകാംഗിയാണ് എന്ന് താഴെ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഡേറ്റ്, ടൈം, സ്ഥലം. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. 1 ജൂൺ 2024 ശനിവാർ കൊടുത്തു. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഡേറ്റ് ഉണ്ടെങ്കിൽ അത് എൻ്റെ മക്കൾക്ക് കൊടുക്കാം, നോ ഡൗട്ട്. സുബഹ് 10 ബജെ സമയം നമുക്കൊരു 10-11 കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു മാന്യത. കാരണം സമയം ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ ആരംഭിക്കും ആ സമയമാണ്. അപ്പൊ സുബഹ് 10 ബജെ നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് എഴുതാം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയത് സ്കൂൾ സഭാഗ്രഹമേ, ഒരു സ്ഥലം വേണം, വെന്യൂ വേണം. അത് നമ്മൾ സ്കൂൾ സഭാഗ്രഹ എന്ന് കൊടുത്തു. അഥവാ സ്കൂളിന്റെ സഭാഗ്രഹ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയം ആണ്. സ്കൂൾ ഓഡിറ്റോറിയം ആണ്. മനസ്സിലായോ? സ്കൂൾ ഓഡിറ്റോറിയം. പിന്നെ അവസാനമായിട്ട് നമുക്ക് പറയുന്നതാണ് സബ്കാ സ്വാഗത്. ഇപ്പൊ മാഷ് തുടങ്ങിയപ്പോൾ പറഞ്ഞു മേരെ പ്യാരെ ബച്ചോ സലാം ഓൺലൈൻ ഹിന്ദി ക്ലാസ് മേ സബ്കാ സ്വാഗത് കർത്താ ഹൂം. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തു. അതേപോലെ നമ്മൾ ഒരു പരിപാടിക്ക് നമ്മൾ ആളെ ക്ഷണിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യണം, നോ ഡൗട്ട്. സബ്കാ സ്വാഗത് ഏത് പോസ്റ്ററിൽ നമുക്കിത് എഴുതാം. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. സബ്കാ ഓൾ സ്വാഗത്, ഓൾ ആർ വെൽക്കം എന്നുള്ളതാണ് നമ്മൾ ഹിന്ദിയിൽ സബ്കാ സ്വാഗത് എന്ന് പറയുന്നത്. പിന്നെ അവസാനമായിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാവും. നമ്മൾ ഹിന്ദി ക്ലബിന്റെ കീഴിലുള്ള പാഠഭാഗം തന്നെയാണ് ഗ്യാൻ മാർഗ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള. അപ്പൊ ഹിന്ദി ക്ലബ്ബ് എന്ന് തന്നെ കൊടുക്കുക. നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പോസ്റ്റർ ചോദിച്ചാലും ഹിന്ദി ക്ലബ്ബ് എന്ന് എൻ്റെ മക്കൾ കൊടുത്താൽ മതി, കോമൺ ആയിട്ട്. ഇത്തരത്തിൽ എൻ്റെ മക്കൾ ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്ക് എൻ്റെ മക്കളെ പരീക്ഷയ്ക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ ഇത്തരത്തിൽ വന്നാൽ എൻ്റെ മക്കളെ എഴുതൂലേ?
അപ്പൊ ഈ രണ്ട് പാഠം ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ട് ഭാഗം ഇനി മേം ഇദർഹും എന്നുള്ള പാഠഭാഗമുണ്ട്, അത് നമുക്ക് പരീക്ഷയിൽ ചോദിക്കൂല. അപ്പൊ പരീക്ഷയിൽ ചോദിക്കുന്ന ഷാ അക്ബർ കോ കോൻ സിക്കായേഗ ഓർ ഗ്യാൻ മാർഗ് എന്നുള്ള രണ്ട് പാഠഭാഗത്തിൽ പാഠഭാഗവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യവുമാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് പാഠഭാഗത്തിന്റെ ഈ സമ്മറിയും ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും എൻ്റെ മക്കൾ ഉറപ്പായിട്ടും സിമ്പിളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് എന്താകൂല, നിങ്ങൾക്ക് ഇത് വെറുതെ ആകില്ല എന്ന് മാഷ് എന്ത് ചെയ്യാണ് ഈ വീഡിയോയുടെ പര്യവസാനത്തിൽ നിങ്ങളോട് പറയുകയാണ് മക്കളെ. സിമ്പിളായിട്ട് ഇത് നിങ്ങൾ ഓർത്തു വെച്ചോ. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് അനസാർ പറഞ്ഞത് നിങ്ങൾ ഓർത്തു വെച്ചോ. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഈ പാഠഭാഗം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും എന്നുള്ളത് മാഷിനറിയാം. സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഓക്കെ അല്ലടാ? അപ്പൊ ഈ പാഠഭാഗം ഒന്നാമത്തെ യൂണിറ്റിന്റെ ഈ റിവിഷനായിട്ട് മാഷ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക, ഉപകാരപ്പെടും. മാത്രല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ മക്കൾ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും താഴെ എഴുതണം. അനസാറ് നോക്കും, കൃത്യമായിട്ട് നോക്കും. നിങ്ങൾ കമന്റ് ചെയ്തടാ, മാഷ് നോക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? മാത്രല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള പാഠഭാഗങ്ങളും ലൈവുകളൊക്കെ ആയിട്ട് മാഷ് അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളുടെ സ്വന്തം അനസാറാണ്. അഗലാ വീഡിയോ മേ ഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.